സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ നിലയിൽ ഈ മണ്ഡലം നിലനിർത്താൻ അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു, പക്ഷേ ഇടതുപക്ഷവുമായി വിയോജിച്ച് പുറത്തുപോയി. പക്ഷേ നിങ്ങൾ രാജിവെക്കാൻ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ വന്നു. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അൻവർ കളമൊരുക്കി. അവിടെ നിങ്ങൾ സ്വരാജിനെ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ UDF പ്രതിനിധി പറഞ്ഞ നിരവധി ഘടകങ്ങളുണ്ട്. അദ്ദേഹം വികസനത്തിലേക്ക് പോയി. നമുക്ക് രണ്ടാം റൗണ്ടിൽ അത് എടുക്കാം. നിങ്ങളുടെ സ്ഥാനാർത്ഥി 2025 ഈ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് തന്നെ നിലമ്പൂരിനെ നിർത്തും? എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അതിൽ വലിയ സംശയം UDF-നുണ്ട്. സ്വരാജ് വന്നാലും എന്ന നിലയിൽ അവരൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ, അവർക്ക് പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. സ്വരാജ് വന്നാലും എന്ന അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഈ സ്വരാജിനെ കുറിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞത് സ്വരാജ് വരട്ടെ, സ്വരാജിനെ വരാൻ വേണ്ടി വെല്ലുവിളിച്ചവർ, ഞാനത് പറയാൻ ഒരു കാരണം, സ്വരാജിനെ വരാൻ വേണ്ടി ഒരുപാട് ചർച്ച ചെയ്തു. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു സ്വരാജിനെ നിർത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നിലവരെ UDF-ൽ നിന്ന് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ CPIM-ന് ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പരസ്യമായി വെല്ലുവിളിച്ചവർ തന്നെയാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന അന്ന് രാത്രി തലയിൽ മുണ്ടിട്ട് ഒരു നിലക്കും ഒരർത്ഥത്തിലും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ഈ പറയുന്ന അൻവറിൻ്റെ വീട്ടിലേക്ക് ദൂതനായിട്ടോ അല്ലാതെയോ കടന്നു ചെന്നത്. അപ്പോൾ എത്ര കണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ UDF-ഉം കോൺഗ്രസും ഇവിടെ ഭയപ്പെടുന്നുണ്ടോ എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വർഷങ്ങൾക്ക് ശേഷം CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ ഈ മണ്ണിൽ നിന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനവിധി തേടുന്നു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിലാകെയുള്ള ജനങ്ങൾ അത്യാവേശത്തോടു കൂടിയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുള്ളത്. ഈ നിലമ്പൂർ മണ്ഡലത്തിന് പുറത്ത് നിന്ന് ഈ സംസ്ഥാനത്താകെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, രാഷ്ട്രീയ ഭേദമന്യേ വളരെ കൃത്യമായി സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. എഴുത്തുകാരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരും. ഇവിടെ നടന്ന ഒരു പ്രവർത്തനത്തിൽ ഒരു മീറ്റിങ്ങിൽ, ഒരു ഹാൾ മീറ്റിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതിനകത്ത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര തന്നെ, ഞാൻ ഈ മണ്ഡലത്തിലായിരുന്നുവെങ്കിൽ എൻ്റെ വോട്ട് സ്വരാജിനാകുമായിരുന്നു, ഒരു പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല, സ്വരാജിനെ വോട്ട് ചെയ്യും എന്ന് ഞാൻ പറയുന്നതിൽ എൻ്റെ വിശ്വാസം ഒരിക്കലും ആ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു കാലത്തും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ്. അതൊരു ഉറപ്പാണ്. ഒരു പക്ഷേ ഈ സംസ്ഥാനത്ത് മറ്റ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രിയ സുഹൃത്തിൻ്റെ പാർട്ടിയിലെ ബഹുമാന്യനായ നിലമ്പൂരുകാരനായ MP ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വരാജ് എന്ന വ്യക്തിയോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളോട് വളരെ കൃത്യമായി യോജിക്കുന്നവരാണ് അപ്പുറത്ത് നിൽക്കുന്നവരും എന്ന കൃത്യമായ ധാരണ തന്നെയാണ്. അത് ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം തീർച്ചയായും സ്വരാജിന്റെ വ്യക്തിത്വം മുൻനിർത്തി മാത്രം അല്ലല്ലോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്.